അസിഡിറ്റി ഉള്ളവരിൽ പലരിലും കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് വായുനാറ്റം എന്നുള്ളത്. നമുക്കറിയാം, അസിഡിറ്റി ഉള്ളവരിൽ വയറുവേദന, നെഞ്ചരിച്ചില്, വയറ് കമ്പനം എന്നുള്ള ബുദ്ധിമുട്ടോടൊപ്പം തന്നെ വായുനാറ്റവും പലർക്കും അനുഭവപ്പെടാറുണ്ട്. അത് മാറാനായിട്ട് നമ്മൾ ക്ലിനിക്കിൽ വരുന്ന രോഗികളോട് പറയുന്ന കുറച്ച് ടിപ്സ് ആണ് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട്, നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് ചൂടുവെള്ളത്തിൽ ഒരു ലേശം ഉപ്പിട്ടിട്ട് അതുകൊണ്ട് കഴുകാനായിട്ട് ശ്രമിക്കുക. അത് മാത്രമല്ല, രാവിലെ പല്ല് തേക്കുമ്പോൾ ബ്രഷിന്റെ മറുഭാഗം വെച്ച് നാക്ക് വൃത്തിയാക്കാനായിട്ട് ശ്രമിക്കുക. നമുക്കറിയാം, അസിഡിറ്റി ഉള്ളവരിൽ വായി നോക്കുമ്പോൾ അറിയാം, ഒരു വെള്ള കോട്ടിങ് നാക്കിൽ വന്നിട്ടുണ്ടാവും. വെള്ളയായിരിക്കാം ചിലവർക്ക് മഞ്ഞ നിറത്തിൽ വന്നിട്ടുണ്ടാവും. അതുകൊണ്ടും വായുനാറ്റം വിട്ടുമാറാൻ നിൽക്കാം. ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്, രാത്രിയിലെ ഭക്ഷണം വളരെ ലേറ്റ് ആയിട്ട് കഴിക്കുന്ന ഒഴിവാക്കുക. ഒരു 8 മണിക്ക് മുമ്പെങ്കിലും രാത്രിയിലെ ഭക്ഷണം കഴിക്കുക. അല്ലെങ്കിൽ ഇതുപോലെ ദഹനക്കേട് വരികയും രാവിലെ ഇതുപോലെ ദഹിക്കാതെ വയറിന്റെ ഉള്ളിൽ ഭക്ഷണം കിടക്കുകയും അത് വായുനാറ്റത്തിലേക്ക് കാരണമായി തീരാം. അതുപോലെ തന്നെ അസിഡിറ്റി മൂലം വായുനാറ്റം അനുഭവിക്കുന്നവർ, പ്രത്യേകിച്ച് ഭയങ്കര ഗ്യാസ് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളായ കടല, പരിപ്പ്, പയറുവർഗ്ഗങ്ങള്, മുട്ടയുടെ മഞ്ഞ, അതുപോലെ വറപൊരി ഐറ്റംസ് ഒക്കെ ഉപയോഗിക്കുന്നത് പൂർണ്ണമായി നിർത്താനല്ല, പക്ഷെ അത് കുറച്ചുകൊണ്ട്